വെൽക്കം ബാക്ക് ടു ബാബ്സ് മോട്ടോർ സ്പോർട്സ്. അപ്പോൾ കുറച്ച് അധികം നാളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വണ്ടിയും എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഈ 118. അപ്പോൾ ബേസിക്കലി പണ്ട് കാലത്ത് ഈ സാധനമൊക്കെ മേടിക്കണമെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിൽ ഫണ്ടും ഈ പറഞ്ഞ വിൻറ്റേജ് വണ്ടികളാകുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്, അതും അൺറീസ്റ്റോർഡ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്ച്വലി 118 ഉണ്ടായിരുന്നു, ദീപക് എന്ന് പറഞ്ഞ്. അപ്പോൾ അവനിപ്പോൾ ലണ്ടനിലാണ്. അവനൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി അവൻ ഒരു 3 കൊല്ലം 4 കൊല്ലം മുന്നേ അവൻ സെയിൽ ചെയ്തായിരുന്നു. അന്ന് തൊട്ട് അത് മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് മേടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അവൻ ത്രൂ തന്നെ ഒരു വണ്ടി ഇപ്പോൾ എനിക്ക് കിട്ടി. ആ വണ്ടി കിട്ടിയത് ഈ കണ്ടീഷനിലല്ല. ഇത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ തുളയും തുരുമ്പും പിന്നെ ഫ്ലോറൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞങ്ങൾ പാച്ച് വർക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വണ്ടിയുടെ ബോഡി ലൈൻ കറക്റ്റ് ചെയ്ത് റെഡിയാക്കി അങ്ങനെ ഫുൾ ഫൈനൽ ഇതിൻ്റെ ബോഡി വർക്കെല്ലാം കംപ്ലീറ്റഡ് ആയി. അപ്പോഴാണ് എനിക്ക് വേറൊരു ആഗ്രഹം കൂടി തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ആക്ച്വലി നീളം കുറവുള്ള വണ്ടി ആയതുകൊണ്ട് 2 ഡോർ ആക്കിയാൽ എന്തായിരിക്കും ഭംഗി എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ എനിക്കത് സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഇതിനെ ഞങ്ങൾ 2 ഡോർ ആക്കി. ഇവിടെ കട്ട് ചെയ്ത് ഇതിനെ ഈ ഡോറിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഞങ്ങൾ ഇതിനെ 2 ഡോർ ആക്കി. 2 ഡോർ മീൻസ് അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിലെ ഡോർ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ആ ഒരു സെറ്റപ്പിൽ തന്നെ ഷേപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് ആലോചിച്ചപ്പോൾ വെറുതെ എന്തിനാണ് ആ ഡോറ് വെട്ടിപ്പൊളിച്ച് നശിപ്പിക്കണമെന്ന് വിചാരിച്ച് ആ ഡോറ് ഞങ്ങൾ വെട്ടിപ്പൊളിച്ചില്ല. അതിന് പകരം ഞങ്ങൾ അവിടെ ഒരു വേറൊരു പീസ് അതേ ബോഡി ലൈനിൽ അതേ ബോഡി ഷേപ്പിൽ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ക്യൂട്ട് ലിറ്റിൽ പ്രൊജക്റ്റ് എന്ന് പറയാം. പക്ഷേ ഇതിനകത്തൊരു മാരകമായിട്ടുള്ള ഒരു കുറേ എൻജിൻ സ്പെക്കും കാര്യങ്ങളും ഇതിനകത്ത് കയറ്റാനുള്ള പരിപാടിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു 8 years ബാക്ക് എൻ്റെ പഴയ ഷോപ്പ് ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് വീൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. BBSൻ്റെ 10J നെഗറ്റീവ് ഓഫ്സെറ്റുള്ള വീല്. അതിനെ ഇട്ട് ടയേഴ്സ് ആഡ് ചെയ്ത് ഇപ്പോൾ അതിനെ ചാടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ലോവർ ചെയ്യണം. എയർ സസ്പെൻഷൻ ചെയ്യുന്നില്ല, കാരണം ബഡ്ജറ്റ് കോൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് എയർ സസ്പെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നോർമൽ രീതിയിൽ ഇതിനെ ലോവർ ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനൊന്ന് സെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ ഇത് റിയൽ വീൽ ഡ്രൈവ് ഒരു വണ്ടിയും കൂടി എനിക്ക് എൻ്റെ ഗ്യാരേജിൽ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് വന്ന് ചാടിയത്. ഇതിനെ 2 ഡോർ ആക്കി. ബേസിക്കലി ഇപ്പോൾ ഈ പലർക്കും ഓരോ പ്രൊജക്ട്സ് ഓരോരുത്തർ ഇഷ്ടം വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള പല ആൾക്കാർക്കും ചിലപ്പോൾ അത് അങ്ങനെ ആയിപ്പോയി, ഇതിങ്ങനെ ആയിപ്പോയി, അത് ബോറായിപ്പോയി, ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ അതിനെ ആ മനസ്സിൻ്റെ ഒരു ആഗ്രഹം നമ്മളങ്ങനെ സാധിച്ചെടുത്തു. ഇതിൻ്റെ ഇപ്പോൾ ഈ സൈഡിലെ വർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ വണ്ടി ഈ കാണുന്ന രൂപത്തിലേ അല്ലായിരുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, ഈ ഫുൾ ലൈൻ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും പണി പണിതിട്ടാണ് ഈ വണ്ടീനെ പാച്ച് വർക്ക് ചെയ്ത് ഇതിനെ ബോഡി ലൈൻ ആക്കി പെർഫെക്റ്റ് ആക്കി റെഡിയാക്കി എടുത്തത്. ഇന്ന് റണ്ണിങ് ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. റണ്ണിങ് ബോർഡൊക്കെ ഉണ്ടാക്കി ഇന്നർ പീസ് ഔട്ടർ പീസ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് ആയിട്ടാണ് നമ്മൾ ഈ കണ്ടീഷനിലേക്ക് എത്തിച്ചേക്കുന്നത്. ഇതിപ്പോൾ ആ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഡമ്മി പീസ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പീസാണ് ഇത് നമ്മൾ കണ്ടോ അടിച്ച് ഷേപ്പാക്കി ആ കറക്റ്റ് ആ ബോഡി ലൈൻ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വരും. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ ഒരു 118 പെട്രോൾ വണ്ടി 2 ഡോർ 1 ഓഫ് എ കൈൻഡ് പ്രൊജക്റ്റ് ഇൻ ദ കൺട്രി എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഈ വണ്ടി വന്ന കോലവും ഇതിൻ്റെ ബിഫോർ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഞാൻ കുറച്ച് പാർട്ടായിട്ട് ഇറക്കുന്നതായിരിക്കും. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജസ്റ്റ് നിങ്ങളെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സാധനം വരണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. ഒരു ലാഡ അല്ലെങ്കിൽ പറഞ്ഞ ഡാറ്റ്സൻ്റെ ഒക്കെ ഒരു സിമിലാരിറ്റി ഉള്ള നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞൻ കാർ ഫിയറ്റ് 118. സോ ബ്യൂട്ടിഫുൾ, സോ ബോക്സി, സോ ഷേപ്പ്, സോ സെക്സി, അടിപൊളി. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.